നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീയൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ജീവിതത്തിൽ നിസ്സാരമായി കരുതി നാം അവഗണിക്കുന്ന ചെറിയ കാര്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ വലിയ സന്ദേശം പങ്കുവയ്ക്കുകയാണ് ചെറുപുഴ പാലാവയൽ സ്വദേശികളായ എബിൻ മൈക്കിളും മകൾ ഹന്ന റോസും. ഭാര്യ മരിയയും ഇളയ കുഞ്ഞ് നോവയും സോഷ്യൽ മീഡിയയിലെ ഇവരുടെ ചെറിയ വലിയ വിശേഷങ്ങൾക്കൊപ്പമുണ്ട്. കാണാം ഇവരുടെ സോഷ്യൽ മീഡിയ കാഴ്ചകൾ. ഞാൻ എബിൻ, ഇത് ഹന്ന റോസ്, ഇത് ഹന്ന റോസിൻ്റെ അമ്മ മരിയ, ഇത് ഹന്ന റോസിൻ്റെ അനിയത്തി നോവ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ പരിചയം കാണും, അല്ലെങ്കിൽ ഈ വോയിസിലൂടെയൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഞങ്ങളെ പരിചയമുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കുടുംബം. ജീസസ് യൂത്ത് മിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് പപ്പുവ ന്യൂ ഗിനിയയിലായിരുന്നു 2017 മുതൽ. അപ്പം 2017 ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതിന് ശേഷമാണ് വിവാഹത്തിന് ശേഷം 2020 കൂടി മരിയയും കൂടെ അതിനകത്ത് ജോയിൻ ചെയ്യുന്നു. ആ മിഷനിൽ നിന്നാണ് ഞങ്ങൾക്ക് ഹന്ന റോസിനെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ഹന്ന റോസിൻ്റെ ഡെലിവറിയുടെ സമയപ്പോഴേക്കും നാട്ടിൽ വന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിച്ച് ആഫ്രിക്കയിൽ വീണ്ടും ഇതുപോലത്തെ മിഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ 2 സ്ഥലങ്ങളിൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഒരു അസൈൻമെൻ്റ് അല്ലെങ്കിൽ നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവജനങ്ങളും കുട്ടികളും ഫാമിലീസും കൂടെ ചേർന്നിരിക്കുന്ന ഒരു ഫുൾ ടൈം മിഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും കാലഘട്ടം നമ്മൾ ഇങ്ങനത്തെ ഫാമിലിയുടെ കൂടെ ചെലവഴിച്ച് കഴിഞ്ഞപ്പം അത് ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്തത് എന്നെ തന്നെയാണ്. നമ്മളൊരു മിഷനറി ആയിട്ട് പോയെന്ന് പറഞ്ഞാലും മാറ്റം സംഭവിച്ചത് എനിക്ക് തന്നെയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന് നാട്ടിൽ വന്നിട്ട് 5-6 മാസമായി ഇപ്പം നാട്ടിൽ വന്നിട്ട്. നിന്നോട് കൂടെ നാദനും ശ്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശു. പാവനഹിതയായ മേ തമ്പുരാനെ അമ്മനെ പാവികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. ഈ 5-6 മാസമായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഇതുവരെയായിട്ട് ഞാൻ കാണാതിരുന്ന, അപ്പം എൻ്റെ വീഡിയോക്കകത്തൊക്കെ പല സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ ഞാനായിരുന്നു അങ്ങനെ ആയിരുന്നില്ല എന്ന്. അപ്പം മാറിയ ഞാൻ കുറേ കൂടെ കാര്യങ്ങൾ കാണാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഹന്ന റോസിനെ കാണാൻ തുടങ്ങി. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ചെറിയൊരു ഉൾക്കാഴ്ചയുടെ വെളിച്ചത്തിൽ നമ്മൾ ഹന്ന റോസിനെ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. വീട്ടിലെ കാര്യം കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഇവിടെ ഒന്നും ഡിസ്കസ് ചെയ്യപ്പെടുന്ന പോലും ഇല്ല. അപ്പോൾ അത് കുഞ്ഞു വീഡിയോസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഹന്ന റോസിൻ്റെ അംഗൻവാടിയിലുള്ള പിള്ളേരുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുട്ടീനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് നമുക്ക് ഈ ഹന്ന റോസ് ആയിരിക്കുന്ന സറൗണ്ടിങ്സിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുകയില്ല. അപ്പം നമ്മുടെ ഒരു അവയർനെസ് നമ്മൾ തീർച്ചയായിട്ടും അത് കൺവേ ചെയ്യപ്പെടണം. അങ്ങനെ കുഞ്ഞു വീഡിയോകൾ ഇങ്ങനെ ചെയ്യാൻ. ആ സമയത്ത് നമുക്ക് അങ്ങനെ വീഡിയോ എഡിറ്റിങ്, അപ്പോൾ എഡിറ്റിങ് അങ്ങനെ നോക്കിയൊന്നുമില്ല, നമുക്കറിയാവുന്ന ചിന്തകൾ ഇങ്ങനെ പങ്കുവെച്ചു. അപ്പം ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരുന്നതല്ല, ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ ഒരു 2025 എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്. ഒക്ടോബറൊക്കെ ആയപ്പോഴേക്കും നമ്മൾ റെഗുലറായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരുപാട് പേരൻസ് ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ഒരു 50 ലക്ഷം 60 ലക്ഷം പേരെങ്ങാണ്ട് കണ്ടു. സത്യം പറഞ്ഞാൽ കേക്ക് കൊണ്ടക്കൂടി തന്നെ കാണാനിരിക്കുന്നത് തന്നെ. പക്ഷേ ഞങ്ങൾ ആഫ്രിക്കയിൽ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ദിവസത്തിൽ ഒരു ദിവസമൊക്കെ ഭക്ഷണം കിട്ടുള്ളൂ. ഈ കിട്ടുമ്പോഴും വിശന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലും എല്ലാവർക്കും കിട്ടിയതിന് ഉറപ്പാക്കിയ ശേഷം അവർ കഴിക്കാൻ തുടങ്ങുള്ളൂ. കഴിക്കുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കും. ഇനി എല്ലാവർക്കും ഇല്ലെങ്കിലും വയറ് നിറച്ചൊന്നും അവർ കഴിക്കാൻ നിൽക്കുകയില്ല. അവർക്കുള്ളത് കൊണ്ട് പങ്കുവെച്ച് കഴിക്കും. സത്യം നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്നെ കുറച്ചും കൂടെ പഠിപ്പിക്കാനായിരിക്കും കർത്താവ് എനിക്ക് ഇങ്ങനത്തെ ഒരു മിഷൻ എക്സ്പീരിയൻസ് തന്നതും. അത് ബേസിക്കലി ഗുണം ചെയ്യുന്നത് എൻ്റെ ഒരു തലമുറയ്ക്കാണ്. അത് ഹന്ന റോസിലേക്ക് വന്നു. ഞാനൊരു കുഞ്ഞു കേക്ക് കൊണ്ട് കൊടുത്തു. ഹന്ന റോസ് എല്ലാവർക്കും പങ്കുവെച്ചു.
ഇപ്പോഴാണേലും ഈ പങ്കുവെക്കുന്ന സംഭവത്തിൽ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് പങ്കുവെക്കുക, ഇവരുടെ കൂടെ സമയം ചെലവഴിക്കുക, മൊബൈൽ ഫോൺ കുറച്ച് നേരം മാറ്റി നിർത്തി നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങുക. കാരണം ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സോഷ്യൽ ലൈഫാണ്. അതുപോലെ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടുള്ള ജീവിതമാണ്. അപ്പം അതേ അവിടെ കിട്ടിയ കുറേ സംഭവങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുമ്പം ഇവിടെ അതൊരു ഭയങ്കര പുതുമയായിട്ട് ഫീൽ ചെയ്യപ്പെടുകയാണ്. നമ്മളിങ്ങനെ പുതുമയാണെന്നോ അല്ലെങ്കിൽ ഒത്തിരി പേര് കാണണമെന്നോ അതൊന്നും അല്ലായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. നമ്മുടെ കുഞ്ഞു ചിന്തകൾ പങ്കുവെക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഞാനൊരു ഡയറ്റീഷ്യനാണ്. അപ്പോൾ ഇവരുടെ ഭക്ഷണ കാര്യത്തിലൊക്കെ എനിക്കത് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ നിർബന്ധിച്ച് കൊടുക്കില്ലായിരുന്നു ഹന്ന റോസിന് ഒരിക്കലും ഭക്ഷണം. അവൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ചെറുപ്പമായിരുന്നപ്പോൾ വിശക്കുമ്പം പറയുമല്ലോ മാമം വേണമെന്ന് പറയുമ്പം അവൾക്ക് ഭക്ഷണം കൊടുക്കും. ഇപ്പോഴാണേലും അവള് ഓടിക്കളിച്ച് നല്ല വിശന്ന് വന്നു കഴിയുമ്പം അവൾക്ക് ആവശ്യമുള്ള അത്രയും അവൾ മേടിച്ചു കഴിച്ചോളൂ. ഒരിക്കലും നിർബന്ധിക്കില്ലായിരുന്നു ഹന്ന കഴിക്കുന്നു പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണവും പച്ചക്കറി ആയാലും എല്ലാ ഭക്ഷണവും തന്നെ അവൾ കഴിച്ചോളും. പിന്നെ ആദ്യകാലം ഒത്തിരി മധുരമോ അല്ലെങ്കിൽ ഒത്തിരി ഉപ്പോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഇവരുടെ ഭക്ഷണ കാര്യങ്ങളില്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇവക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ഒരാളെ ഫോം ചെയ്യുന്നുണ്ട്. അത് കഴിക്കുന്ന രീതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഹന്ന റോസ് അംഗൻവാടി പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. തിരിച്ച് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇവളെ കാത്തിരിക്കും. ഇപ്പൊ ഞങ്ങൾ ഈ തിരിച്ച് അംഗൻവാടിയിൽ നിന്ന് ഹന്ന റോസ് വരുമ്പോൾ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അത് ഒരുപാട് പേര് കണ്ടു. അതിനുശേഷം തന്നെ പിള്ളേർ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവരെ കാത്തിരിക്കണമെന്നൊരു ചിന്ത വന്നു. വീട്ടിൽ നിന്നല്ലാതെ എവിടെ ആര് പോയെന്നാലും വീട്ടിലേക്ക് വരുമ്പോൾ ഒരാളുണ്ടെങ്കിൽ എന്ത് നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന കാര്യം തിരക്കിനിടയ്ക്ക് നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് എന്നാ പറയണ്ടത്, അത് നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. നമ്മളങ്ങനെ കുറേ കാലം ജീവിച്ചപ്പോഴേക്കാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. തിരിച്ച് ആ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ആരും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല ഈ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് 2022 ഈ അവധിക്കാലത്തൊക്കെ നമ്മളിവിടെ നിൽക്കുമ്പം ഒരുപാട് പിള്ളേരുടെ പ്രോഗ്രാം ഇങ്ങനെ കണ്ടക്ട് ചെയ്യുമായിരുന്നു. അപ്പം 8, 9, 10, 11, 12 ക്ലാസ്സിലെ പിള്ളേരോട് നമ്മളിങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോഴൊക്കെ അവർ നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മളെ കൂടുതലായിട്ട് ചലഞ്ച് ചെയ്തു. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിട്ട് നമ്മളൊന്ന് സംസാരിച്ച് തുടങ്ങണമെന്ന്. അപ്പം നേരിട്ട് വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആരും നമ്മൾ ലിസൺ ചെയ്യാല്ല. കാരണം ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തെ കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പോംവഴിയായിരുന്നു എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് നമ്മുടെ ലൈഫിലൂടെ കാണിച്ചു കൊടുക്കുക. അതാകുമ്പോൾ ആരെയും വിമർശിക്കേണ്ട എന്ന് ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് പറയുകയും ചെയ്യാം. അതിൻ്റെ ഒരു റിസൾട്ട് എന്നാണ് സംഭവിച്ചത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഒരുപാട് പേരൻസ് ഇതങ്ങ് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് നമ്മുടെ വീഡിയോയിലൂടെ ഇങ്ങനെ അവർ തന്നെ അത് പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി, ഞങ്ങളെ കാണാൻ വരാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞാൽ ഒരു ട്രെൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എന്നാ പറയണ്ടത്, നമ്മൾ ജീവിക്കുന്ന ജീവിതം വളരെ നാച്ചുറലായിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറയും അതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു മിഷൻ എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ അതാണ് ശരിക്കുള്ള ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരെ നമുക്ക് അങ്ങനെ ആക്കി മാറ്റാന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരുപക്ഷേ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഹന്ന റോസ് എന്നൊരു കുഞ്ഞിനെ. തീർച്ചയായിട്ടും ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങൾ. അത് ഞാൻ ഈ പള്ളിയിലേക്ക് വന്നിട്ട് അധികം ദിവസമായിട്ടില്ല, ഏതാനും ചുരുങ്ങിയ ദിവസങ്ങളേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും ഞാൻ ഈ പള്ളിയിൽ വന്ന് എൻ്റെ കൂടെ വന്നവര് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ ഹന്ന റോസ് എൻ്റെ മാതാപിതാക്കൾ കുർബാനയ്ക്ക് വന്നിരുന്നു. അവർ ആ മാതാപിതാക്കളെ തിരിച്ചറിയാൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലുള്ളതാണ്, അച്ഛൻ കണ്ടിട്ടില്ലേ എന്നൊക്കെ എൻ്റെ കൂടെ വന്ന യുവജനങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അവരെ സ്വാധീനിക്കാൻ തക്ക വിധം അവർ ചെയ്യുന്ന കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ലോകം മുഴുവനും അറിയുന്നുണ്ട് എന്നുള്ള സന്തോഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു തലമുറയെക്കുറിച്ച് നമ്മൾ പറയുന്ന കാര്യം അവർ കൂടുതൽ സമയം മൊബൈലിലാണ്, കൂടുതൽ സമയവും ഇങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് എന്ന് പറയുമ്പോഴും ഇത്തരം നന്മ നിറഞ്ഞ ചിന്തകളും നന്മ നിറഞ്ഞ ആളുകളും ഒക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. തീർച്ചയായിട്ടും ഹന്ന റോസിന്റെ ജീവിതത്തിലൂടെ ആൽബിൻ ചേട്ടനും മരിയ ചേച്ചിയുടെയും ഹന്ന റോസിന്റെയും നോവ റോസിന്റെയും ഒക്കെ ജീവിതത്തിലൂടെ അവർ കാണിച്ചു തരുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും യുവജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു തലമുറയിലെ എല്ലാവരെയും തന്നെ സ്വാധീനിക്കുന്നുണ്ട്. വലിപ്പ ചെറുപ്പ ഭേദമന്യേ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന സന്തോഷകര കാര്യമാണ്. അപ്പൊ 100 ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് ഇതൊക്കെ വലിയൊരു കാര്യമാണെന്നൊക്കെ
ഞാനും അറിയുന്നത്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ പരസ്യങ്ങൾ വരാൻ തുടങ്ങി, അത് ചെയ്തു. ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു മൊബൈലിലാണ്. അപ്പോൾ ആദ്യകാലത്തൊക്കെ മരിയും ചോദിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണോ? ശരി, ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോ. ഞാൻ പറയും, ഒരു കാര്യവും വലിയ പ്രിപ്പറേഷനൊന്നും പാടില്ല ഏതൊരു കാര്യത്തിനാണേലും. കാരണം 10ാം ക്ലാസ്സിലെ പരീക്ഷ നമ്മൾ ഇപ്പോൾ എഴുതുന്നത് 10 വർഷത്തിന് ശേഷമാണ്, 1ാം ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം. അപ്പം തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും തുടങ്ങുക, അത് വലിയ ഒരുക്കമൊന്നും പാടില്ല. ഒരു 10, 15, 20 എണ്ണം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കും അറിയാൻ പറ്റുന്നത് ഇത് നമുക്ക് പറ്റുന്നതാണോ. അതിനുശേഷമല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. എനിക്കിപ്പോൾ എഡിറ്റിംഗ് പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഇപ്പൊ 150 ഫോളോവേഴ്സ് എല്ലാം കഴിഞ്ഞു ഇൻസ്റ്റയില്, FB-യിലും അത്രയായി, 150K എല്ലാം കഴിഞ്ഞു. ഈ ഒരു സംഭവം ഇപ്പൊ ഒരു മാവിന്റെ ചോട്ട് നിൽക്കും, മാവ് പറന്നു വന്നാൽ കൊള്ളാതെ എനിക്കിപ്പം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എഡിറ്റിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. പിന്നെ 800 രൂപയുടെ മൈക്കാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വീട്ടിൽ വലിയ മഴയില്ലാത്തപ്പോഴും വണ്ടി ഇല്ലാത്തപ്പോഴൊക്കെ എനിക്ക് ആ മൈക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് എൻ്റെ ഈ ഒരു ഫോണിന്റെ വില എന്ന് പറഞ്ഞാൽ 38,000 രൂപ. ഞങ്ങളെ വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ഹന്ന റോസിന്റെ ഉദരത്തിലായിരിക്കുന്ന സമയം, സത്യം പറഞ്ഞാൽ ആ ഒരു സമയം നല്ല പ്രാർത്ഥനയുടെ സമയങ്ങളായിരുന്നു. അതിനുശേഷം ഹന്ന റോസ് ഉണ്ടായി. ഫസ്റ്റ് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ കൊടുക്കില്ലായിരുന്നു കയ്യില്. അപ്പോൾ അവളെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ ഓൾ ഡേ അവളെ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവും എപ്പോഴും. അപ്പൊ ഇവളുടെ കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് ക്ലിയർ ചെയ്തും പിന്നെ കഥകൾ പറഞ്ഞും പിന്നെ ആ കൂട്ടത്തിൽ ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് കഥകളിലൂടെയും അല്ലാതെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു. എന്നാ പറയുക, നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എക്സ്പെൻസീവ് ആകുന്നതുകൊണ്ട് അതിന് ഗുണം കിട്ടണമെന്നില്ല. ഒത്തിരി എഡിറ്റിംഗ് എല്ലാം പഠിച്ച് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിലും വലിയൊരു കഥയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്നും ഒരിക്കൽ പോലും ഒരാൾ പോലും നമ്മളെ കേൾക്കാൻ പാടില്ല. എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പോയ 2 മിനിറ്റാണ്. വോയിസ് കൊടുക്കണമെങ്കിൽ ഈ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റ് വെച്ച് കുറച്ച് സമയം നമുക്ക് പ്രാർത്ഥന ഒരു മുറിയുണ്ട്, അവിടെ ഒന്ന് കയറും, ഞാനിത് ചെയ്യുവാണ്, എൻ്റെ ഈശോ ഇതൊന്ന് ആൾക്കാർക്ക് ഉപകാരമാണ്, എനിക്കെന്ത് ഉപകാരം എന്നുള്ളതിൻ്റെ അപ്പുറത്തായിട്ട് ഞാനിത് ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിനും ഇത് കേൾക്കുന്നവർക്കും ഒരു ഹീലിങ്ങിന് കാരണമാണ് എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളൊരു വോയിസ് ചെയ്യുന്നത്. അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ചും കൂടെ കാമാവും. നമ്മൾ വലിയ റഷായിട്ടല്ല ഇത് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് ഇങ്ങനെ ഇതൊന്നും എഴുതി ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. അത് ഏത് സമയത്ത് നമുക്കിത് ഡെലിവർ ചെയ്യാൻ പറ്റും. അതൊരു 30 സെക്കൻഡ് 40 സെക്കൻഡ് കൊണ്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എന്നെ സംബന്ധിച്ചൊരു വചനമുണ്ട്, ആ വചനം ഞാൻ എടുത്ത് വെച്ച് ഇന്നും പ്രാർത്ഥിക്കും. അത് 1 ഹബക്കുക്ക് 1:5 ജനതകളുടെ നോക്കി വിസ്മയഭരിതരാകും, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. അപ്പൊ എനിക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാർക്കോ നല്ലത് ചെയ്യണം അങ്ങനെയൊക്കെയുള്ളൊരു ഒരു കാഴ്ചപ്പാടാണ്. കാരണം ഈ സഭയും ജീസസ് യൂത്ത് മുന്നേറ്റമൊക്കെ എന്നെ അത്തരത്തിലേക്കാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം ഞാൻ എന്നാ പറയണ്ടേ, നമുക്ക് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും നല്ലത് ചെയ്തു കൊടുക്കുക, സമൂഹത്തിന് നന്മ ഉണ്ടാവണം, നമ്മളിലൂടെ കുറെ നന്മ സംഭവിക്കണം. ഈ ഒരു ചിന്തയോടുകൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ദൈവ സാന്നിധ്യ സ്മരണയെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൈസയുടെ മൂല്യം അറിഞ്ഞ കേട്ടോ അവളെ വളർത്തുന്നത്. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങൾ, ഡ്രസ്സായാലും കളിപ്പാട്ടങ്ങളായാലും അങ്ങനെ വാങ്ങിക്കൊടുക്കാറില്ല. അപ്പൊ അവളിങ്ങനെ ചോദിക്കും, അച്ചാച്ച എനിക്കത് വാങ്ങിത്തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞെ ഇപ്പൊ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ ഓക്കെയാണ്. അങ്ങനെ ഭയങ്കര നിർബന്ധമോ കരച്ചിലോ അങ്ങനെയൊന്നുമില്ല. കാരണം മക്കള് പൈസയുടെ മൂല്യം അറിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ ഒരു കഷ്ടപ്പാടൊക്കെ അറിഞ്ഞ് വളരുവാണെങ്കിൽ അവര് ഫ്യൂച്ചറിലാണേലും പൈസ ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചൊക്കെ ഉപയോഗിക്കും. എവിടെ കൊണ്ടുപോകാതിരിക്കുവോ വാങ്ങിക്കൊടുക്കാതിരിക്കുകയല്ല. ആവശ്യമെല്ലാം ഉണ്ട് അവർക്ക്. ഒരു ഷൂ ഉണ്ട്, ഒരു വള്ളിച്ചെരുപ്പുണ്ട്, അല്ലാത്ത ഒരു ചെരുപ്പുണ്ട്, അംഗൻവാടി പോകാനൊരു ചെരുപ്പുണ്ട്, അത്യാവശ്യം എവിടെയും വേറെ സ്ഥലത്ത്. പക്ഷെ എന്നും കൊണ്ടൊന്നും അധികമായിട്ടില്ല. ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കും, തീരെ വാങ്ങിക്കൊടുക്കാതിരിക്കുകയല്ല. പക്ഷെ എന്നും കൊണ്ട് എപ്പോഴും പുറത്തു പോയി കഴിയുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുകയല്ല. ഹന്ന റോസിനെ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ കൂടെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അപ്പൊ അവള് പ്രാർത്ഥന എല്ലാം പഠിച്ചത് തന്നെയാട്ടോ. ഞങ്ങള് മെനക്കെട്ടിരുന്ന് പഠിപ്പിക്കുവല്ല, ഞങ്ങളുടെ കൂടെ ചെല്ലി അവള് പ്രാർത്ഥനകളൊക്കെ തന്നെ പഠിച്ചു. പിന്നെ അവക്കും ഉണ്ട് കേട്ടോ, എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങുള്ളൂ. അതൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ പതിഞ്ഞ ഒരു കാര്യമാണ്. എല്ലാ ദിവസവും അവള് പ്രാർത്ഥിച്ച് ഈശോനെ കൂട്ടി പിടിച്ചോണ്ടേ അവള് അംഗൻവാടി പോവാറുള്ളൂ. പിന്നെ മാലാഖേനെ കൂട്ടുപിടിക്കും. നമുക്ക് മാലാഖ കാവൽ മാലാഖ കൂട്ടി വേണമെന്നൊക്കെ ഉള്ളത് ഭയങ്കര പറയാം. നമുക്കൊരു ആവശ്യ സമയത്ത് നമുക്ക് മാലാഖമാര് വരും. അത് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാകുമ്പം അപ്പം ഈ മാലാഖമാര് വരും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഞാൻ ഒരു കൊച്ചിന് കൊടുക്കാവുന്ന
ഏറ്റവും വലിയ ചിന്തയാണ് ഒരു മാലാഖമാർ വരും എന്നുള്ളത്. അത് അവർക്ക് ഭയങ്കര പ്രതീക്ഷ തരും. ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്നത് ചേമ്പ്, ചേന. അംഗൻവാടി പോകുന്ന നേരത്തെ ഭക്ഷണം എന്നാ മതിയെ? പഴയകഞ്ഞി, തൈരും, അതിന്റെ കൂടുതല് മീനോ അങ്ങനെയൊക്കെയാണ്. മീന്, ഉണക്കമീനായിരിക്കും, അല്ല ചിലപ്പോൾ മുളകായിരിക്കും. ചായ കുടിക്കും. പിന്നെ എന്നാ നമ്മൾ സാധാരണ ഒരു ഇത്രയും കാലത്തിനിടയ്ക്ക് നൂഡിൽസ് ഒരു 4-5 തവണ ഈ 4 വയസ്സിനുള്ളിൽ കൊടുത്തു കാണും. കൂടുതൽ നമ്മുടെ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ഇതുവരെയായിട്ടോ കൊച്ചിനെ കൊണ്ടൊന്ന് ആശുപത്രി കിടക്കേണ്ട വന്നിട്ടില്ല. കൂടിപ്പോയാൽ ഒരു പനിയോ ജലദോഷമോ വരും. അത് ഒരു ദിവസം ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ തീരും. ഈ ദിവസങ്ങളിൽ പെയ്ത മഴ മുഴുവൻ കൊണ്ടു മിക്കവാറും തോട്ടിലിറങ്ങും. വെയിലും കൊണ്ട് പുറത്തൂടെ ഇങ്ങനെ എപ്പോഴും തന്നെ നടക്കും. പക്ഷെ ഒരുപാട് സമയം മറ്റ് മൊബൈൽ ഫോണിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നിവര് ഓരോ വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ വലിയ കാര്യമില്ല, ചെറുതാണ്, നിസ്സാരമാണ്, ഇതിലൊക്കെ വലിയ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്ത് ഇതിലൊക്കെ കാര്യമുണ്ട് എന്ന് നമ്മളെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇനിയും നന്നായിട്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവരൊക്കെ കാണിച്ചു തരുന്ന പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഇനിയും ഹന്ന റോസിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഒക്കെ അതിനെ ഞങ്ങളെയും ഇനിയും പ്രചോദിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.